അടുത്ത ലോ നമ്പർ 27 വിക്കറ്റ് കീപ്പറിനെ പറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ ആദ്യം തന്നെ വിക്കറ്റ് കീപ്പറിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് പാർട്ട് പറയേണ്ടത് പുള്ളിക്കാണ് പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്സ് വിയർ ചെയ്യാനുള്ള അധികാരം. വിക്കറ്റ് കീപ്പർ ഇസ് ഓൺലി ഫീൽഡർ പെർമിറ്റഡ് ടു വിയർ ഗ്ലൗസ് ആൻഡ് എക്സ്റ്റേണൽ ലെഗ് ഗാർഡ്സ്. എക്സ്റ്റേണൽ ആയിട്ടുള്ള ലെഗ് ഗാർഡ്സും ഗ്ലൗവും ഹ്യൂമാർക്ക് മാത്രമേ കീപ്പർക്ക് മാത്രമുള്ള അവകാശമാണ്. ഇഫ് ദീസ് ആർ വേൺ ദി ആർ ടു ബി റിഗാർഡ് ആസ് പാർട്ട് ഓഫ് ഹിസ് പേഴ്സൺ ഫോർ ദ പർപ്പസ് ഓഫ് ലോ 28.2 ഫീൽഡിങ് ദ ബോൾ. ഈ ബോൾ ഫീൽഡ് ചെയ്യാൻ വേണ്ടി കീപ്പറായതുകൊണ്ട് കീപ്പർ ഇത് വിയർ ചെയ്യുന്നതുകൊണ്ട് ഇതൊക്കെ ഉപയോഗിക്കാം. നമ്മൾ കണ്ടിട്ടല്ലോ, ഗ്ലൗ വെച്ചൊക്കെ തടഞ്ഞ് നിർത്താമല്ലോ, ഗ്ലൗ വെച്ച് ക്യാച്ചൊക്കെ എടുക്കാമല്ലോ, ആ ഒരു കാര്യമാണ് പറയുന്നത്. If by the wicketkeeper's actions and positioning when the ball comes into play it is apparent to the umpire that he should not be able to carry out the normal duties of wicketkeeper, she shall forfeit this right and also the right to be recognized wicketkeeper for the purpose of 33.2 സ്റ്റെം. അതായത് ഇപ്പോൾ വിക്കറ്റ് കീപ്പർ ആണെന്നും പറഞ്ഞുകൊണ്ട് ബോൾ പ്ലേ ആവുന്ന സമയത്ത് പുള്ളി വിക്കറ്റ് കീപ്പറിൻ്റെ ഒരു രീതിക്കല്ല നിൽക്കുന്നത്, ആ ഒരു പൊസിഷനിങ് ഇതെല്ലാം വേറെ രീതിക്കാണെങ്കിൽ പുള്ളി കീപ്പറല്ലാണ്ടാകും എന്നുള്ളൊരു കേസും കൂടിയാണ് പറയുന്നത്. കീപ്പറിനൊരു പൊസിഷൻ പറഞ്ഞിട്ടുണ്ടല്ലോ, മറ്റേ അത് പുറകെ പറയുന്നുണ്ട് എങ്ങനെയാണ് ചെയ്യേണ്ട ചില റൂൾസിലൊക്കെ ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. അപ്പോൾ കീപ്പർ വഴി ഔട്ടാവാനുള്ള ചാൻസ് ഒരു ക്യാച്ച്, സ്റ്റെംപ്ഡ്, അങ്ങനെയുള്ള കാര്യങ്ങളിലാണ്. അപ്പോൾ ആ ഒരു പാർട്ടും പിന്നെ ഈ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ലോ എല്ലാം ഫോർഫിറ്റ് ചെയ്യപ്പെടും. അതായത് കീപ്പറിൻ്റെ പറഞ്ഞ പൊസിഷൻ അല്ലാണ്ടുള്ള ഇതിന് വന്നു കഴിഞ്ഞാൽ. ഓക്കെ. If as permitted under law 27.1 wicketkeeper wears gloves, they shall have no webbing between the fingers except joining index finger and thumb where the webbing may be inserted as means of support. ഇപ്പോൾ ഇത് അപ്പൻഡിക്സിലുള്ള പാർട്ടാണ്. പുള്ളിയുടെ കീപ്പറിൻ്റെ ഇത് ഇൻഡെക്സ് ഫിംഗറും തമ്പും തമ്മിലുള്ള ഇടയിലൊരു വല പോലെ വെബ്ബിങ് പോലെ ഉണ്ട്. അത് ബാക്കിയുള്ള ഫിംഗേഴ്സിൽ വരാൻ പാടില്ല എന്നാണ് പറയുന്നത്. അഥവാ വെബ്ബിങ് യൂസ് ചെയ്താൽ അത് സിംഗിൾ പീസ് ആയിരിക്കണം, നോൺ സ്ട്രെച്ച് മെറ്റീരിയൽ ആയിരിക്കും, സ്ട്രെച്ച് ആകാൻ പാടുന്ന മെറ്റീരിയൽ ആയിരിക്കും. ഫേസിങ് വേറെ റീഇൻഫോഴ്സ്മെൻ്റ് ഒന്നും ഉണ്ടാവാൻ പാടില്ല എന്നുള്ള രീതിയിൽ നോർമൽ നമ്മുടെ ഗ്ലൗവിൻ്റെ മെറ്റീരിയൽ കൊണ്ട് തന്നെ ആയിരിക്കണം. വേറെ റീഇൻഫോഴ്സ്മെൻ്റ് ഒന്നും പാടില്ല, എന്ന് വെച്ചാൽ വേറെ കെട്ടൽ സാധനങ്ങളൊന്നും പാടില്ല. ടോപ്പ് edge of the webbing shall not protrude beyond the straight line joining the top of the index finger to top of the thumb and shall be taut when a hand wearing glove has thumb fully extended. അതായത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നമ്മുടെ രണ്ട് ഫിംഗറുകളുടെയും ആ ഒരു ലൈൻ, ഈ പറഞ്ഞ ലൈനിനപ്പുറം എക്സ്റ്റെൻഡ് ആവാൻ പാടില്ല, പുറത്തേക്ക് തള്ളി നിൽക്കാൻ പാടില്ല. ഈ രണ്ടിൻ്റെ അകത്താണ് വന്നേക്കുന്നത്. ഈ തമ്മിൻ്റെ അറ്റവും ഇൻഡെക്സ് ഫിംഗറിൻ്റെ അറ്റത്തിൻ്റെ അപ്പുറത്തേക്ക് പോയിട്ടില്ല, അങ്ങനെ പോകാൻ പാടില്ല. അതൊക്കെയാണ് പറഞ്ഞത്. വിക്കറ്റ് കീപ്പറിൻ്റെ പൊസിഷൻ ഇതാണ്. വിക്കറ്റ് കീപ്പറിൻ്റെ പൊസിഷൻ എന്ന് പറയുമ്പോൾ ബോളിൽ ബിഹൈൻഡ് ദ വിക്കറ്റ് അറ്റ് ദ സ്ട്രൈക്കേഴ്സ് എൻഡാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പോൾ ഫ്രം ദ മൊമെൻറ്റ് ദ ബോൾ കംസ് ഇൻ ടു പ്ലേ അണ്ടിൽ എ ബോൾ ഡെലിവേർഡ് ബൈ ദ ബോളർ. ബോളർ എറിഞ്ഞ് കംസ് ഇൻ ടു പ്ലേ തൊട്ട് എറിഞ്ഞതിന് ശേഷം വരെ. പിന്നെ എന്നിട്ട് ബാറ്റിൽ ടച്ച് ചെയ്യുമോ അല്ലെങ്കിൽ പേഴ്സൺ ഓഫ് ദ സ്ട്രൈക്കറിൻ്റെ മേത്തോ എവിടെയെങ്കിലും കൊള്ളുമോ, പാസസ് ദ വിക്കറ്റ് അറ്റ് ദ സ്ട്രൈക്കറിൻ്റെ വിക്കറ്റ് പാസ് ചെയ്യുമ്പോഴോ സ്ട്രൈക്കർ റൺ അറ്റംപ്റ്റ് ചെയ്യുമ്പോഴോ അതുവരെ ബോളിൽ ബിഹൈൻഡ് ദ ക്രീസ് ആയിരിക്കണം. അതിനുശേഷം പുള്ളിക്ക് വേണമെങ്കിൽ മാറാം. ഇൻ ദ ഇവൻറ്റ് ഓഫ് wicket keeper contravening this law, the strikers and umpire shall call and signal no ball as soon as practicable after the delivery of the ball. അപ്പോൾ കീപ്പർ തെറ്റിച്ച് നമ്മുടെ സ്റ്റെമ്മിൻ്റെ മുമ്പിലേക്കൊക്കെ വരുമോ, കൈ അങ്ങോട്ട് വന്നാലും മതി, അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ ആ പൊസിഷൻ തെറ്റിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഈ മേൽപ്പറഞ്ഞ രീതിയിൽ അല്ലാണ്ട് പുള്ളിയുടെ പൊസിഷനിൽ വ്യതിചലിച്ചാൽ നോ ബോൾ വിളിക്കപ്പെടും. എപ്പോഴാണോ പ്രാക്ടിക്കബിൾ അപ്പോഴത്തേക്കും നോ ബോൾ വിളിക്കും. ബോൾ ചിലപ്പോൾ ഇങ്ങനെ മൂവ് ചെയ്യുന്ന ടൈമിലായിരിക്കും നോ ബോൾ വിളിക്കുന്നത്. എന്നിട്ട് റണ്ണ് എക്സ്ട്രാ പോകും. മൂവ്മെൻറ്റ് ബൈ ദ കീപ്പർ ആഫ്റ്റർ ബോൾ കംസ് ഇൻ ടു പ്ലേ ആൻഡ് ബിഫോർ ഇറ്റ് റീച്ചസ് ദ സ്ട്രൈക്കർ ഇറ്റ് ഈസ് അൺഫെയർ ദാറ്റ് വിക്കറ്റ് കീപ്പർ സിഗ്നിഫിക്കൻ്റ്ലി ഓൾട്ടേഴ്സ് ഹിസ് പൊസിഷൻ ഇൻ റിലേഷൻ ടു ദ സ്ട്രൈക്കേഴ്സ് വിക്കറ്റ് എക്സെപ്റ്റ് ഫോർ ദ ഫോളോയിങ്. അതായത് ഭയങ്കരമായിട്ടും പുള്ളിയുടെ പൊസിഷനിൽ നിന്ന് മാറാൻ പറ്റില്ല. ഇപ്പോൾ ബോൾ ഈ നേരത്തെ എറിഞ്ഞുകൊണ്ടിരിക്കുക കംസ് ഇൻ ടു പ്ലേ ആ ടൈമിൽ, സ്ട്രൈക്കർ എത്രയും മുമ്പുള്ള ആ ടൈമിൽ
അപ്പോൾ അല്ലാണ്ട് ചെറിയൊരു വരും. മൂവ്മെൻറ്റ് ഓഫ് എ ഫ്യൂ പേസസ് ഫോർവേഡ് ഫോർ എ സ്ലോവർ ഡെലിവറി. കുറച്ച് മുമ്പോട്ടങ്ങ് നീങ്ങാം. സ്ലോവർ ഡെലിവറി കഴിയുമ്പോൾ എടുക്കാൻ എളുപ്പത്തിന്. അൺലെസ് ഇൻ ഡൂയിങ് ബ്രിങ്സ് ഹിം ഹെർ വിത്തിൻ ദ റീച്ച് ഓഫ് ദ വിക്കറ്റ്. ഇപ്പോൾ ഏറ്റവും ബാക്കിൽ ഇറങ്ങിയിട്ട് ഒറ്റ ഓടി ഫ്രണ്ടിൽ വന്ന് ആ ഒരു സാധനം നടക്കില്ല, അതൊന്നും സംഭവിക്കില്ല. ലാറ്ററൽ മൂവ്മെൻറ്റ് ഇൻ റെസ്പോൺസ് ടു ഡയറക്ഷൻ വിച്ച് ദ ബോൾ ഹാസ് ബീൻ ഡെലിവേർഡ്. പിന്നെ ബോൾ ഇപ്പോൾ വൈഡ് പോകണതനുസരിച്ച് പോയി എടുക്കാൻ വേണ്ടി പുള്ളി മൂവ് ചെയ്യണമെന്നും കുഴപ്പമൊന്നുമില്ല. മൂവ്മെൻറ്റ് ഇൻ റെസ്പോൺസ് സ്ട്രോക്ക് ദ സ്ട്രൈക്കർ ഈസ് പ്ലേയിങ് ഓൺ ദാറ്റ് ഹിസ് ഹെർ ആക്ഷൻ സജസ്റ്റ് ഈ ഇൻഡസ്ട്രി പ്ലേ. അതായത് ഇപ്പോൾ സ്ട്രൈക്കർ ഇപ്പോൾ സ്കൂപ്പ് ചെയ്യാൻ പോവുക അല്ലെങ്കിൽ റിവേഴ്സ് സ്വീപ്പ് അടിക്കാൻ പോവുക. അപ്പോൾ അതനുസരിച്ചൊക്കെ വേണമെങ്കിൽ മൂവ്മെൻറ്റ്സ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അവർ ദ പ്രൊവിഷൻസ് ഓഫ് ലോസ് 27.3 ഷെൽ അപ്ലൈ. നേരത്തെ പറഞ്ഞ ആ സ്റ്റെമ്മിന് മുമ്പിലേക്ക് വരാൻ പാടില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്ലൈഡ് ആയിരിക്കണം. ഇൻ ദ ഇവൻറ്റ് ഓഫ് അൺഫെയർ മൂവ്മെൻറ്റ് ബൈ വിക്കറ്റ് കീപ്പർ ഐദർ അമ്പയർ ഷെൽ കോൾ ആൻഡ് സിഗ്നൽ ഡെഡ് ബോൾ ആൻഡ് ഇൻഫോം ദ അതർ അമ്പയർ റീസൺ ഫോർ ഡൂയിങ് സോ. അപ്പോൾ അൺഫെയർ ആയിട്ടുള്ള രീതിയിൽ ഇതല്ലാത്ത രീതിയിൽ ഇപ്പോൾ പുറകെ വെക്കുക, ഒറ്റ ഓടി മുമ്പിൽ സ്റ്റെമ്മിൻ്റെ അടുത്തേക്കൊക്കെ വരാൻ പോയി കഴിഞ്ഞാൽ അതൊക്കെ അൺഫെയർ ഇതായിട്ട് പ്രാക്ടീസ് ചെയ്തായിട്ട് ഡെഡ് വിളിക്കും. എന്നിട്ട് ബോളറിന് അമ്പയർ 1 റൺ പെനാൽറ്റി, വൈഡ് ഓർ നോ ബോൾ ആപ്ലിക്കബിൾ ആണെങ്കിൽ അങ്ങനെ. പിന്നെ അതുകൂടാതെ 5 റൺ പെനാൽറ്റി ബാറ്റിംഗ് സൈഡിന് കിട്ടും. ക്യാപ്റ്റൻ ഓഫ് ദ ഫീൽഡിംഗ് സൈഡിൻ്റെ അടുത്ത് കാര്യം പറയും എന്തിനാ ഇത് കൊടുത്തതെന്നുള്ളത്. ഇൻഫോം ദ ബാറ്റേഴ്സ് ആൻഡ് ആസ് സൂൺ ആസ് ക്യാപ്റ്റൻ ഓഫ് ദ ബാറ്റിംഗ് സൈഡ് വാട്ട് വാസ് ഓക്കേർഡ്. ബാറ്റേഴ്സിനും ബാറ്റിംഗ് സൈഡിലെ ക്യാപ്റ്റനോടും കാര്യങ്ങൾ പറയും. അമ്പയേഴ്സ് ടുഗദർ ഷാൽ റിപ്പോർട്ട് ദ ഒക്കറൻസ് ആസ് സൂൺ ആസ് പോസിബിൾ ആഫ്റ്റർ ദ മാച്ച് ടു ദ എക്സിക്യൂട്ടീവ് ഓഫ് ദ സിന്നിങ് സൈഡ്. അതായത് ഈ കീപ്പർ ഇങ്ങനെ ചെയ്ത കാര്യം ആ പുള്ളിയുടെ ടീമിൻ്റെ ഓഫീഷ്യൽസിനോട് പറയും. പിന്നെ അവിടുത്തെ ഗവൺമെൻറ് ബോഡി ഏതാണോ, ഡിസ്ട്രിക്ട് ക്രിക്കറ്റ് അസോസിയേഷൻ ഏതാണോ, അല്ലെങ്കിൽ ഏത് അസോസിയേഷൻസ് ആണോ അവരോട് പറയും. എന്നിട്ട് എന്തിനാണ് ആക്ഷൻ എടുത്തത്, എന്നിട്ട് അതനുസരിച്ച് ക്യാപ്റ്റനെതിരെയോ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസോ ടീമിനെതിരെയോ ആക്ഷൻ എടുക്കാൻ വേണ്ടിയുള്ള നടപടികൾ പറഞ്ഞു കൊടുക്കും. Restriction on actions of wicketkeeper. If in the opinion of either umpire, the wicketkeeper interferes with the striker's right to play the ball or guard his or wicket, umpire calling and signal dead ball shall apply. അതായത് കീപ്പറിൻ്റെ കീപ്പറിന് കാരണം ഈ ബാറ്റ്സ്മാന് കളിക്കാൻ പറ്റാത്ത എന്തെങ്കിലും സാഹചര്യം ഉണ്ടായാൽ പുള്ളിയുടെ ബാറ്റ് പിടിച്ചേക്കോ അല്ലെങ്കിൽ പുള്ളിയുടെ ബാറ്റിൻ്റെ ആ ഒരു കളിക്കുന്ന ഇടയിൽ വരികയോ, അല്ലെങ്കിൽ ഇപ്പോൾ ബോൾ ഉരുണ്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് ഡെലിബറേറ്റ്ലി മീൻസ് ലെജിറ്റിമേറ്റ്ലി നമുക്ക് ഡബിൾ ടച്ച് ചെയ്യാന്നുള്ള ഒരു ലോ വരുന്നുണ്ട്. അപ്പോൾ അതിനെ തടയാൻ വേണ്ടി കീപ്പർ പിടിക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ അവർ ഇഫ് ദ ഐദർ അമ്പയർ കൺസിഡർ ദാറ്റ് ദ ഇൻഫ്ലുവൻസ് ബൈ ദ വിക്കറ്റ് വാസ് വിൽഫുൾ. അയാൾ മനഃപൂർവ്വം ചെയ്താന്നാണെങ്കിൽ ഡെലിബറേറ്റ് അറ്റംപ്റ്റ് ടു ഡിസ്ട്രാക്ട് സ്ട്രൈക്കർ എന്ന് പറഞ്ഞാൽ ലോ വരുന്നുണ്ട്. സ്ട്രൈക്കറെ ഡിസ്ട്രാക്ട് ചെയ്യാൻ മനഃപൂർവ്വമായിട്ടുള്ള അറ്റംപ്റ്റ്. അപ്പോൾ അതിൽ മൂടിപ്പെടുത്തും. അറിയാണ്ട് ചെയ്തതിൽ പ്രശ്നം ഉണ്ടാവില്ല, മനഃപൂർവ്വം ചെയ്തതിൽ കളിയല്ലേ, കളിയുടെ ആവശ്യത്തിൽ അറിയാതെ ചെയ്തതിനൊന്നും പ്രശ്നം വരില്ല. മനഃപൂർവ്വം ചെയ്തതെന്ന് തോന്നിയാൽ ഈ ഒരു ലോ കൂടി അപ്ലൈ ചെയ്യും. ഇൻ്റർഫറൻസ് വിത്ത് വിക്കറ്റ് കീപ്പർ ബൈ സ്ട്രൈക്കർ. ഇഫ് ഇൻ പ്ലേയിങ് എ ബോൾ ഓർ legitimate defense of his or wicket the striker interferes with the wicket keeper, he shall not be not out provided except provided law 37.3. അതായത് ഒബ്സ്ട്രക്റ്റിംഗ് ദ ബോൾ ഫ്രം ബീയിങ് കോട്ട്. ഇപ്പോൾ ക്യാച്ച് പോകാൻ പോവുക, കീപ്പർ എടുക്കാൻ പോവുക, അയാൾ അത് തട്ടി മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ബാറ്റ്സ്മാന് പടിയാം. അല്ലാണ്ട് ജസ്റ്റ് ബോളിങ്ങനെ ഉരുണ്ട് പോകുമ്പോഴത്തേക്ക് തട്ടി പുള്ളിയുടെ വിക്കറ്റ് സേവ് ചെയ്യാനൊക്കെ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഡിഫൻസിനൊന്നും പ്രശ്നമില്ല. അത് കീപ്പറിൻ്റെ ആക്ടിവിറ്റിയിലായിട്ട് ഇൻ്റർഫെയർ ചെയ്താൽ പ്രശ്നം ആയിട്ട് പറയില്ല. ഈ ക്യാച്ചൊക്കെ എടുക്കാൻ പോണത് തട്ടിക്കളയുകയാണെങ്കിലൊക്കെ സാധനം ഒബ്സ്ട്രക്റ്റിംഗ് ദ ഫീൽഡിൽ പെട്ട് ബാറ്റ്സ്മാൻ ഔട്ടാക്കപ്പെടും. അതാണ് നമ്മുടെ ലോ നമ്പർ 27, വിക്കറ്റ് കീപ്പറിനെ പറ്റിയുള്ള ലോ. കീപ്പിംഗ് ഗ്ലൗസിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ ഈ അപ്പൻഡിക്സ് ഇയിൽ എഴുതിയിട്ടുണ്ട്. നോ വെബിങ് ബിറ്റ്വീൻ ദ ഫിംഗേഴ്സ്. നേരത്തെ പറഞ്ഞ കാര്യമാണ്. സിംഗിൾ പീസ് ഓഫ് നോൺ സ്ട്രെച്ച് മെറ്റീരിയലാണ് യൂസ് ചെയ്യേണ്ടത്. ഗ്ലൗവിൽ വിയർ ചെയ്യുമ്പോൾ ഫുള്ളി എക്സ്റ്റെൻഡ് ചെയ്യുമ്പോഴത്തേക്കും ഇത് ഇരിക്കേണ്ട രീതി കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് അതിൻ്റെ വെബ് ഇരിക്കേണ്ടതെന്നുള്ള കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് അതുകൊണ്ട് ആ ലൈൻ കറക്റ്റ് ഈ രണ്ട് ഇൻഡെക്സ് ഫിംഗറും പിന്നെ തമ്പിൻ്റെ ഇടയിലായിട്ട് കൃത്യമായിട്ട് അവിടെ ഇരിക്കാൻ പാടില്ല, അതിനപ്പുറം പോകാൻ പാടില്ല. അപ്പോൾ അതൊക്കെയാണ് ഇതിൽ പറഞ്ഞത്.